2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. അതായത് പടിവാതിൽക്കൽ എത്തി നിൽക്കുക തന്നെയാണ് തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് തീർച്ചയായിട്ടും LDF, UDF, BJP സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഭരണം പിടിക്കുക എന്നുള്ളത് LDFിനെയും UDFിനെയും സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമായിട്ടുള്ളൊരു കാര്യം. അതോടൊപ്പം തന്നെ കേരളത്തിൽ അത്ര വലിയ തോതിലൊരു ശക്തിയായിട്ട് മുന്നേറുക എന്നുള്ളത് BJP സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ളൊരു ഘടകം. ഇതുകൊണ്ട് തന്നെയും ഒരു ത്രികോണ പോരാട്ടങ്ങൾ പലയിടങ്ങളിലായിട്ട് നടക്കുമെന്നുള്ളത് 100% വ്യക്തമായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെയും ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള നിരവധി സർവേ റിസൾട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് കേരളത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള സർവേ റിസൾട്ടുകൾ ദേശീയ തലത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന, അതായത് ഈ വർഷം 2026 ജനുവരിയിൽ പുറത്തുവിട്ടിട്ടുള്ള ലേറ്റസ്റ്റ് സർവേ റിസൾട്ട് പ്രകാരം എന്താണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയാനുള്ളതെന്ന് പറയുന്നത് 4 സർവേ റിസൾട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പറയുന്നത്. അത് ഏറ്റവും എടുത്തു പറയാനുള്ള സീ വോട്ടറിന്റെ സർവേ റിസൾട്ട് പ്രകാരം തീർച്ചയായിട്ടും കേരളത്തിൽ വമ്പൻ മാറ്റങ്ങൾ നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് തുടക്കത്തിലെ സീ വോട്ടർ പ്രഖ്യാപിച്ച കാര്യം എന്ന് പറയുന്നത്. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ LDFിന് കാര്യങ്ങൾ അത്ര ശുഭകരമാവത്തില്ല എന്നുള്ളത് തന്നെയാണ് പുറത്തു വന്ന സർവേ റിസൾട്ടുകൾ വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതേസമയം UDFിനായാലും BJPക്കായാലും നേട്ടമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. സീ വോട്ടർ കൂടാതെ തന്നെ 3 സർവേ റിസൾട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇത് പ്രകാരം എന്താണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്നും കൂടി നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വോട്ട് പെർസെൻറ്റേജ് എത്രയാണ്, സീറ്റുകളുടെ കാര്യം എത്രത്തോളമാണ് എന്നുള്ളതാണ്. അതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന സർവേ റിസൾട്ടുകൾ പ്രകാരം RTV ന്യൂസ് നൽകിയിരിക്കുന്ന സർവേ റിസൾട്ട് പ്രകാരം CPIMന് 44 സീറ്റുകളും INC കോൺഗ്രസിന് 92 സീറ്റുകളും BJPക്ക് 4 സീറ്റുകളും എന്നുള്ള കണക്കാണ് RTV ന്യൂസ് കൊടുത്തിരിക്കുന്നത്. ചുനാവി സർവേ കൊടുത്തിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 53 സീറ്റുകൾ LDFിനും INC പ്ലസിന് 82 സീറ്റുകളും BJPക്ക് 2 സീറ്റുകളും എന്നുള്ള കണക്കാണ് കൊടുത്തിരിക്കുന്നത്. LTV ന്യൂസ് ഇന്ത്യ സർവേ റിസൾട്ട് വന്നിരിക്കുന്നത് LDFിന് 53 സീറ്റുകൾ, 79 സീറ്റുകൾ INCക്ക് കൊടുത്തിരിക്കുന്നു. എന്നാൽ 8 സീറ്റുകൾ ഇവിടെ BJPക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സർവേ റിസൾട്ട് ആണെങ്കിൽ 3 എന്ന് പറയുന്നത് ഇതിൽ വ്യക്തമായിട്ടുള്ള ഒരു നേട്ടം INC നേടുമെന്നുള്ളത് വ്യക്തമായിരിക്കും. അതായത് ഭൂരിപക്ഷം നേടിക്കൊണ്ട് തന്നെ അധികാരത്തിലെത്തുമെന്നുള്ളത് ഈ ഒരു 3 സർവേയിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. സീ വോട്ടർ സർവേ ഉൾപ്പെടെ നോക്കുമ്പോഴത്തേക്കും അന്ന് സീ വോട്ടർ സർവേ നൽകിയ റിസൾട്ട് പ്രകാരവും UDFിനായിരുന്നു മുൻതൂക്കം. BJP നേട്ടമുണ്ടാക്കുമെന്നും LDFിന് സീറ്റുകൾ കുറയുമെന്നും, അതായത് ശതമാന കണക്കുകൾ LDFിന് കുറവാണെന്ന തരത്തിലുമായിരുന്നു കണക്കെന്ന് പറയുന്നത്. അപ്പോൾ നോക്കുമ്പോൾ മൊത്തത്തിലൊരു കണക്ക് നോക്കുമ്പോഴത്തേക്കും UDFിന് തന്നെയാണ് മേൽക്കൈ കാണുന്നത്. ഇടതുപക്ഷത്തിന് സീറ്റുകളുടെ കാര്യത്തിൽ ഒരു ദയനീയ തോൽവിയിലേക്ക് പോകത്തില്ല എങ്കിൽ പോലും സീറ്റുകൾ ഗണ്യമായി കുറയുമെന്നും ഭരണം നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നും 53 2 സർവേകൾ കൊടുത്തിരിക്കുന്നു. ഒരു സർവേ 44 കൊടുത്തിരിക്കുന്നു. അതേസമയം കോൺഗ്രസിന് 92 സീറ്റുകൾ ഒരു സർവേ കൊടുത്തിരിക്കുന്നു. 82 മറ്റൊരു സർവേ, 79 മറ്റൊരു സർവേ കൊടുത്തിരിക്കുന്നു. എന്നാൽ BJPക്ക് 8 സീറ്റുകൾ ഒരു സർവേ കൊടുത്തിരിക്കുന്നു. മറ്റൊരു സർവേ 2 സീറ്റുകൾ കൊടുത്തിരിക്കുന്നു. 4 സീറ്റുകൾ വേറൊരു സർവേ കൊടുത്തിരിക്കുന്നു. അപ്പോൾ 3 സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും LTV ന്യൂസ് ഇന്ത്യ, ചുനാവി സർവേ, RTV ന്യൂസ് സർവേ നോക്കുമ്പോഴത്തേക്കും ഇതിൽ BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമെന്ന് തന്നെയാണ് ഈ 3 സർവേകളും കൊടുത്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അതേസമയം INCക്ക് ഭരണം ലഭിക്കുമെന്ന് 3 സർവേ പറയുന്നു. LDFിന് ഭരണം നഷ്ടപ്പെടുമെന്നും 3 സർവേകളും പറയുന്നു. ഇനി വോട്ട് വൈബിന്റെ ഒരു സർവേ റിസൾട്ടും കൂടെ നോക്കുകയാണെങ്കിൽ അതിൽ ശതമാന കണക്ക് നോക്കുമ്പോഴത്തേക്കും CPIMന് 29%, INCക്ക് 32%, BJPക്ക് 19%-ലേറെ എന്നുള്ള കണക്കായിരുന്നു വോട്ട് വൈബ് സർവേ കൊടുത്തിരുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കായാൽ പോലും INCക്ക് ഭരണം കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. BJPക്ക് 20% അടുപ്പിച്ച് വോട്ടുകൾ, BJPക്ക് സീറ്റുകളുടെ കാര്യത്തിലും വർധനവുണ്ടാവും എന്ന് പറയുന്നു. അതേസമയം ഇടതുപക്ഷത്തിന് തിരിച്ചടി തന്നെയാണെന്ന കാര്യം പറയുന്നുണ്ട്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ സീ വോട്ടറിന്റെ സർവേ റിസൾട്ട് പ്രകാരം കുറച്ച് നാളുകൾക്ക് മുന്നേ വന്നതെന്ന് പറഞ്ഞത് അതിൽ BJPക്ക് 20%-ലേറെ വോട്ടുകൾ, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ BJPക്ക് 24%-ഓളം വോട്ടുകൾ ലഭിക്കുമെന്നും, UDFിന് 42% വോട്ടുകളും LDFിന് 30%-ലധികം വോട്ടുകളും എന്നുള്ള കണക്കായിരുന്നു സീ വോട്ടർ എന്ന് വിട്ട സർവേ റിസൾട്ട് പ്രകാരം പറയുന്നതെന്ന് പറയുന്നു.
അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ UDFന്റെ ഒരു മേൽക്കൈ തന്നെയാണ് മിക്ക സർവേയും പറയുന്നതെന്ന് പറയുന്നത്. അതേസമയം ഇടതുപക്ഷത്തിന് കനത്ത തോതിലുള്ള തിരിച്ചടി ലഭിക്കുമെന്നും BJPക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നും പറയുന്ന കണക്കായിരുന്നു സർവേ റിസൾട്ട് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വോട്ട് വൈബിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു സർവേ റിസൾട്ട് പ്രകാരമാണെങ്കിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അതായത് വോട്ട് ശതമാനം നോക്കുമ്പോൾ തന്നെയും 29%-ലധികമാണ് LDFന് കൊടുത്തിരിക്കുന്നത്, കോൺഗ്രസിന് കൊടുത്തിരിക്കുന്നത് 32%-ലേറെയും, BJPക്ക് ഏകദേശം 20% അടുപ്പിച്ചും വോട്ടുകൾ കൊടുത്തിരിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്ന വോട്ട് ബൈ സർവേ പ്രകാരം UDF 32%-ലധികം വോട്ടുകളുമായി മുന്നിലാണ്. LDFനേക്കാൾ നേരിയ മുൻതൂക്കം എന്നുള്ള കണക്കാണ് പറയുന്നത്. നേരിയ മുൻതൂക്കമാണ് വോട്ട് ബൈ കൊടുത്തിരിക്കുന്നത്. 29%-മാണ് LDFന്റെ. അതേസമയം 20% അടുപ്പിച്ച് 19%-ൽ കൂടുതൽ വോട്ടുകൾ NDA നേടുമെന്ന് പറയുന്നു. 15%-ലധികം വോട്ടർമാർ ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് ഈ ഒരു കണക്ക് പ്രകാരം പറയുന്നത്. ഇത് അവർ നിർണായകമായ ഒരു മാറ്റമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിത്തിരിയാം. ഇനി മറ്റു മാറ്റങ്ങൾ എന്ന് പറയുന്നത് 39% പുരുഷന്മാർ UDFനെ പിന്തുണയ്ക്കുന്നു. അതേസമയം 32% സ്ത്രീകൾ LDFനെയാണ് ഇഷ്ടപ്പെടുന്നത്. ഇത് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിലെ വൈരുദ്ധ്യങ്ങളെ എടുത്തു കാണിക്കുന്നുണ്ട്. 18-നും 24-നും ഇടയിൽ പ്രായമുള്ള യുവ വോട്ടർമാർ UDFനോട് ശക്തമായി ചായ്വുള്ളവരാണ്. 42% പേരുടെ പിന്തുണയും UDFനുണ്ട്. ഇത് സഖ്യത്തോടുള്ള യുവാക്കളുടെ വർദ്ധിച്ചു വരുന്ന പിന്തുണയെ സൂചിപ്പിക്കുന്നു. 35-നും 54-നും ഇടയിൽ പ്രായമുള്ളവരിൽ 33 മുതൽ 34% പിന്തുണ നേടിക്കൊണ്ട് മധ്യവയസ്കരായ വോട്ടർമാരിൽ നിന്നാണ് LDF ശക്തി പ്രാപിക്കുന്നത്. ഇത് ഈ വിഭാഗത്തെ അതിന്റെ പ്രധാന അടിത്തറയാക്കുന്നു. മതപരമായ വോട്ടിംഗ് രീതികളിൽ നിന്ന് വ്യക്തമാകുന്നത് മുസ്ലിങ്ങൾ 50% പേർ UDFനെ അനുകൂലിക്കുമ്പോൾ LDFന് 28% പേർ മാത്രമാണ് പിന്തുണ നൽകുന്നത് എന്നാണ്. ക്രിസ്ത്യാനികളും 46% പേർ UDFനെയാണ് ഇഷ്ടപ്പെടുന്നത്. LDFന് 21% പേർ മാത്രമേ പിന്തുണ നൽകുന്നുള്ളൂ. NDAയുടെ പ്രാഥമിക പിന്തുണ ജനറൽ വിഭാഗത്തിൽ നിന്ന് 46%-വും OBC വോട്ടർമാരിൽ നിന്ന് 31%-വുമാണ്. പക്ഷെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ ഇത് ദുർബലമായി തുടരുന്നുണ്ട്. കോൺഗ്രസ് ആഭ്യന്തര പ്രശ്നങ്ങൾ നേരിടുന്നു. 42%-ലധികം പേർ വിഭാഗീയതയും ഉൾപോരുമാണ് ഏറ്റവും വലിയ പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേതൃത്വപരമായ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. കാരണം 7%-ലധികം പേർ ആകർഷകമായ മുഖത്തിന്റെ അഭാവത്തെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 8%-ലധികം പേർ ദുർബലമായ ആഖ്യാന സ്ഥാനനിർണയത്തെ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. പ്രത്യയശാസ്ത്രപരമായ ആശയക്കുഴപ്പം തുടരുന്നുണ്ട്. 19%-ലധികം പേർ CPMനെ ഒരു ഹിന്ദു പാർട്ടിയായി കാണുന്നു. 12%-ലധികം പേർ കേരളത്തിലെ ഉയർന്ന ന്യൂനപക്ഷ ജനസംഖ്യ BJPക്ക് ഒരു വെല്ലുവിളിയായി കാണുന്നു. 6%-ലധികം പേർ നേതൃത്വക്കുറവ് ഉയർത്തിക്കാട്ടുന്നു. ഭരണവിരുദ്ധ വികാരം ശക്തമായി തുടരുന്നുണ്ട്. 47%-ലധികം പേർ തങ്ങളുടെ സിറ്റിംഗ് MLAക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയില്ല. ഇതിൽ 29%-ലധികം പേർ വളരെ സാധ്യതയില്ലാത്തവരും 18%-ലധികം പേർ സാധ്യതയില്ലാത്തവരുമാണ്. അതേസമയം 27%-ലധികം പേർ മാത്രമാണ് ശക്തമായ വിശ്വാസം പ്രകടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിലാണെങ്കിൽ VD സതീശന് 22%-ലധികം വോട്ടുകൾ ലഭിച്ചിരുന്നു. പിണറായി വിജയന് 18%-ലധികം വോട്ടും KK ശൈലജയ്ക്ക് 16%-ലധികം വോട്ടുകളും രാജീവ് ചന്ദ്രശേഖരന് ഏകദേശം 15% വോട്ടുകളും ലഭിച്ചിരുന്നു. ഇത് വിഘടിച്ച നേതൃത്വ ഭൂപ്രകൃതിയെ പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും ടോട്ടൽ സർവേ റിസൾട്ടുകൾ മൊത്തത്തിൽ നോക്കുമ്പോഴേക്കും UDFന് തന്നെയാണ് ഒരു മേൽക്കൈ മുൻതൂക്കം കാണുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെ. ചില സർവേകളിൽ മാത്രമേ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുള്ളൂ. ബാക്കിയെല്ലാം ഭൂരിപക്ഷവും UDFന് കിട്ടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ഒരു കണക്ക് ഇനിയും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതായത് ഇനിയും വോട്ടർമാർ ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്നുള്ള ഘട്ടത്തിലേക്കും നിൽക്കുന്നുണ്ട്. ഏകദേശം 20% അടുപ്പിച്ച് അതും നിർണായകമായിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. അതേസമയം BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏകദേശം 20%-ഓളം വോട്ടുകൾ നേടാൻ സാധിക്കുമെന്നും അതേസമയം LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി ലഭിക്കുമെന്നും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. ഇതൊരു സർവേ റിസൾട്ട് മാത്രമാണ്. തീർച്ചയായിട്ടും വരുന്ന നാളുകളിൽ എന്ത് തരം അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നത്, യഥാർത്ഥത്തിൽ എന്താണ് ഒരു റിസൾട്ട് വരാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സർവേ റിസൾട്ടുകൾ പോലെ തന്നെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് സംഭവിക്കുമോ, അതല്ല ഒരു അട്ടിമറി നേട്ടം സ്വന്തമാക്കാൻ അവിടെ LDFന് സാധിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.